ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ പച്ച ഗ്രീൻ പീസും ഉരുളക്കിഴങ്ങും കൂടി ഒരു കറി വെക്കാനാണ് പോകുന്നത്. ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കുക. നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ കേട്ടോ. 2 ഉണക്കമുളക്, കുറച്ച് കടുക്, 1/2 ടീസ്പൂണ്. കടുകും ഇതൊക്കെ നമ്മുടെ കറിക്ക് അനുസരിച്ച് ചേർക്കാം കേട്ടോ. ഇനി നമ്മൾ 2 സവോള കൊത്തി അരിഞ്ഞെടുത്തതാണ്. കുറച്ച് കറിവേപ്പില, 2 പച്ചമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായിട്ട് വഴണ്ടി കിട്ടുമൊന്നും വേണ്ട, ഒന്ന് വഴണ്ടി കിട്ടിയാൽ മതി. പച്ചമണം പോണ വരെ. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമുക്ക് 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. ഇനി ഒരു തക്കാളി കൊത്തി അരിഞ്ഞത് തന്നെയാണ്. നമുക്കിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ചേർക്കുക. ഗ്രീൻ പീസ് ഇട്ട് കൊടുക്കുക. അതുപോലെ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഇതിലേക്കുള്ള ഉപ്പ് ചേർക്കുക. നമുക്കിതിൽ വെള്ളം ചേർത്തിട്ട് വേവിച്ച് നമുക്ക് കറിയിലേക്ക് ആവശ്യമുള്ള വെള്ളം ചേർക്കാം. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റുള്ള കറിയാണ്. നമുക്ക് അടച്ച് വെക്കാം. ഒരു 3-4 വിസിൽ കൊടുക്കാം കേട്ടോ. നമുക്ക് അപ്പോഴേക്കും ഇതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി നമുക്ക് ഇപ്പുറത്ത് സ്റ്റൗ കത്തിച്ച് കൊടുക്കുക. ചീഞ്ചട്ടി വെച്ച് കൊടുക്കുക. കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുക. നമുക്കിതിലേക്ക് 1.5 ടീസ്പൂണ് മല്ലിപ്പൊടി,
1 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, സ്റ്റൗ ഓഫ് ആക്കുക. 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല നന്നായി ഇളക്കി കൊടുക്കുക. ഈ ചൂടിലിരുന്നിട്ട് തന്നെ ഇത് മൂത്ത് കിട്ടും കേട്ടോ. നമുക്കിത് ചൂടാറിയിട്ട് അരച്ചെടുക്കണം. നമ്മളത് വറുത്തത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുക്കർ തുറക്കുകയാണ്. അത് ഗ്രീൻ പീസ് ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഈ അരച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ജാറൊന്ന് കഴുകി നമുക്ക് ഒഴിക്കാം. കുറച്ചും കൂടി വെള്ളം ഒഴിക്കണം. ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കാം കേട്ടോ. അടുപ്പത്ത് വെച്ചിട്ട് ഉപ്പുണ്ടോ നോക്കാം. ഉപ്പൊക്കെ ഉണ്ട്, ലേശട ഉപ്പ്. കറി രണ്ടാമത് വെച്ചു കേട്ടോ. ഒന്ന് തിളച്ചാൽ മതി. എല്ലാം കുക്കായിട്ടുള്ളതാണ്, അപ്പോൾ ഒന്ന് തിളച്ചാൽ മതി. നമ്മുടെ കറിയും കൂടെ നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് വാങ്ങി വയ്ക്കാം. ഇതിനിരിക്കുമ്പോൾ ഒന്ന് കുറുകി വരും. ഇത് ചപ്പാത്തിക്കും ചോറിനൊക്കെ നല്ല അടിപൊളി കറിയാണ് കേട്ടോ.